ഹലോ, ഇന്ന് രാവിലെ തന്നെ എനിക്ക് കുറച്ച് തുണിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് സർഫിൽ കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് ആ തുണി അലക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, രാവിലെ ഞാൻ നേരം പുലർന്ന് നോക്കിയപ്പോൾ നമ്മുടെ അഗസ്തിയുടെ മരം ശരിക്കും അഗസ്തി മരത്തിൽ ഒരുപാട് പൂക്കൾ നിറഞ്ഞ് നിന്നായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഇന്ന് അഗസ്തിപ്പൂ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പറിച്ചെടുത്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലെയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച ഈ തുണികൾ കുറച്ചൊന്ന് കഴുകണം. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ രാവിലെ നമ്മൾ ആ തുണി അലപ്പും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടങ്ങ് തീരുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും തുണിയൊക്കെ അലക്കുമല്ലോ അല്ലേ. പിന്നെ ഞാനും ഇതുപോലെ തന്നെ അന്നുള്ള നമ്മളെ ഡ്രസ്സുകൾ അന്നന്ന് തന്നെ ഞാനങ്ങ് കഴുകിയിടും കേട്ടോ. വിശേഷിച്ചെന്ന് പറയാം, വാഷിംഗ് മെഷീൻ ഇപ്പം കേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, വാഷിംഗ് മെഷീൻ എന്തോ തകരാറ്. അപ്പോൾ അത് കാരണം വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ കൈ കൊണ്ടാണ് കഴുകുന്നത്. പക്ഷേ ഒരു കണക്കിന് നമ്മൾ കൈ കൊണ്ട് കഴുകുന്നതാണ് നല്ലത്. നമ്മൾ എന്താ പറയേണ്ടത്, എല്ലാം നമ്മൾ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ മിക്സി ഇതെല്ലാം നമ്മൾ അലക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം മെഷീനുകളിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു കണക്കിന് വല്ലപ്പോഴും കൂടിയൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് നൂരുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, നമ്മളെ ബോഡിക്ക് നല്ലതാണ്. ഫാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ഹാൻഡ് വാഷ് തന്നെ നല്ലത്. അപ്പം ഞാൻ കുറച്ച് സർഫ് പൊടിയിൽ അങ്ങോട്ട് മുക്കി നമ്മളെ തുണികളൊക്കെ വയ്ക്കും, നന്നായിട്ട് അടിച്ച് വിളുമ്പി കഴുകുക. പിന്നെ മക്കളെ തുണികളും ഒക്കെ ഞാൻ തന്നെ കഴുകും, പിള്ളേർക്ക് സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ നമ്മുടെ എനിക്ക് തുണി അലക്കാണ് ഏറ്റവും വലിയ വിഷമം പിടിച്ചത്. അപ്പോൾ തുണി അലക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. കിച്ചണിലോട്ടുള്ള ഇതാണ്, ആദ്യം നമ്മൾ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ തുണി അലക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അഗസ്തിപ്പൂ രാവിലെ തന്നെ പറിച്ച് വെച്ച് ഇനി അത് തോരൻ വയ്ക്കണം. ഇനി എനിക്കൊരു ചിക്കനുണ്ട്. ഇപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, സൺഡേ സ്പെഷ്യൽ എന്താണെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. സൺഡേ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ മീൻ കുറവാണ്. ഇപ്പോൾ പൊതുവേ 1-2 മാസമായിട്ട് മീൻ നന്നായിട്ട് കുറവാണ്. സാധാരണ മീൻ പോയി വാങ്ങുന്നത് ഹാർബറിലാണ്. അപ്പോൾ ഹാർബറിൽ പോയപ്പോഴും ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ മീനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പോക്ക് നിർത്തി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ചിക്കൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇറച്ചിക്കോഴി വാങ്ങിയായിരുന്നു, നാടൻ കോഴിയല്ല കേട്ടോ, ഇറച്ചിക്കോഴി വാങ്ങി. അപ്പോൾ ഇന്ന് ചിക്കൻ്റെ കറിയൊക്കെ വെക്കണം. പിന്നെ നമ്മളെ ഡയാനക്കുട്ടിയും പിന്നെ ഡോവറിനുമാണ് ഇന്ന് രാവിലെയൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇറങ്ങി ഒരു വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്ന് പറഞ്ഞ മാതിരി രണ്ടുപേരുടെയും കളികളും രണ്ടുപേരുടെയും കുസൃതിത്തരങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മളെ ഡയാന് ഈ ഒരു പപ്പയ്ക്ക മരത്തിൽ എന്തോ ഒരു പക്ഷികൾ വന്നിരിക്കുമ്പോൾ ചിലയ്ക്കുന്ന സൗണ്ടുകൾ കേൾക്കുമ്പോൾ അവൾക്ക് വേണ്ട, അവൾ കുരയ്ക്കുന്നതാണ്. അവൾക്ക് എന്തെന്നില്ലാത്തൊരു ആവേശമാണ്. പിന്നെ നമ്മളെ വീട്ടിലെ പൂച്ച ഒഴിച്ച് ബാക്കി ഏത് പൂച്ചയെ കണ്ടാലും അവൾ അതിൻ്റെ പിന്നാലെ ഓട്ടമാണ് ഈ ഡയാനക്കുട്ടിക്ക്. പിന്നെ നിർത്തില്ല, അപ്പം തന്നെ കരച്ചിലും അവളെ കരയുന്ന കാണാം. ഇവളെ നിറത്തിലുള്ള തന്നെ ഒരു കറുപ്പും വെള്ളയുള്ളൊരു പൂച്ചയുണ്ട്, താഴത്തെ ഒരു കുന്നം പൂച്ച. അതിനെ കണ്ടാൽ ഓടുന്ന ഓട്ടം കാണാം. അവൾക്ക് പിന്നെ വേറെ ഒരു ശ്രദ്ധയില്ല, പൂച്ചകളെ കണ്ട അവൾ മാറില്ല. അതുപോലെ തന്നെ ചില പക്ഷികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഓടും. അവൾക്ക് മെയിനായിട്ടുള്ളതെന്ന് പറയാൻ അവളെ നിറത്തിലുള്ള പൂച്ചയാണ്. പിന്നെ നമ്മളെ ഡോബർ മോഹൻ, ഇവനാണ് എൻ്റെ ഡയാനക്കുട്ടിയെ ചതിച്ചത്. ഇവനെ ഒരിക്കലും ഞാൻ മറക്കില്ല. പിന്നെ ഡയാനക്കുട്ടി ഇങ്ങനെ കളിപ്പാട്ടങ്ങളും ചിരട്ട തൊണ്ട് ഇതൊക്കെ കടിച്ചെടുത്തുകൊണ്ട് വന്നാൽ ഡയാനക്കുട്ടിയുടെ നിന്ന് വായിന്ന് പിടിച്ച് പറിച്ചെടുക്കൊണ്ട് ഇവൻ്റെ തൊഴിൽ. ഇപ്പോൾ ഒരു ചിരട്ട ഞാൻ ഇട്ട് കൊടുത്ത് ആ ചിരട്ടയും കടിച്ച് പറിച്ച് അവിടെ എങ്ങനെ ഇരിക്കും, മനസ്സിലായ? ഇനി അവളെ വായിക്കാത്ത എന്ത് സാധനം ഉണ്ടെങ്കിലും ഡോവർ അപ്പോഴേ കടിക്കാൻ വരും. പക്ഷേ അവൾ മുറുകുമ്പോൾ തന്നെ ഡോവർ അങ്ങോട്ട് മാറും, മനസ്സിലായില്ലേ? പിന്നെ വേണ്ട ഈ ചിരട്ടയിൽ കടിച്ച് പിടിക്കുകയാണ് പരിപാടി. രണ്ടുപേരും ഇപ്പം അവൻ കടിച്ച് പിടിക്കുന്നത് കൊണ്ട് അവൻ്റെ വായിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അവനും വിട്ടു കൊടുക്കില്ല കേട്ടോ. പക്ഷെ അവൾ കുറച്ച് നേരം ഒന്ന് നോക്കി, എടാ ഡോബർ ചേട്ടാ ആ ചിരട്ട ഇഞ്ഞ് താടാ. പക്ഷെ നീ പോടി പെണ്ണേ എന്നും പറഞ്ഞ് ചിലപ്പോൾ ഉണ്ട അവൻ വിട്ടുകൊടുത്തതാണ്. ആ ചിരട്ട അവിടെ തറയിട്ട് കൊടുത്ത് അവൻ്റെ വായിൽ നിന്ന് ആ തറയിൽ കിടക്കുന്നത് പിടിച്ച് എടുത്തുകൊണ്ട് അവൾ പോയി. ഇതാണ് നമ്മുടെ പരിപാടി. ഇനി അടുത്ത വീഡിയോ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം.